നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു അറസ്റ്റിൽ. കേസിലെ 7ാം പ്രതിയാണ് ബൈജു. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നാണ് ബൈജുവിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. 2019 വ്യാജ മഹസർ തയ്യാറാക്കുന്ന സമയത്തും സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണപുരിയുടെ പക്കൽ കൊടുത്തുവിടുമ്പോഴും തിരികെ സന്നിധാനത്തെത്തിക്കുമ്പോഴും ബൈജു ആയിരുന്നു തിരുവാഭരണ കമ്മീഷണർ. കേസിൽ ബൈജുവിനും നിർണായക പങ്കുണ്ടെന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങിയെന്നാണ് വിവരങ്ങൾ. വാർത്തകൾ വിശദമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെ ദ്വാരപാലക പാളികൾ കടത്തിയ കേസിലാണ് SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2019 ജൂലൈ 19 പാളികൾ അഴിച്ചപ്പോൾ ബൈജു ഹാജരായിരുന്നില്ല. ദേവസ്വം ബോർഡിൽ സ്വർണം ഉൾപ്പെടെ അമൂല്യ വസ്തുക്കളുടെ പൂർണ്ണ ചുമതല തിരുവാഭരണം കമ്മീഷണർക്കാണ്. മുഖ്യപ്രതികളുടെ ആസൂത്രണം കാരണം മനഃപൂർവ്വം വിട്ടുനിന്ന വിവരം ദ്വാരപാലക കേസിൽ മാത്രമല്ല കട്ടളപ്പാളി കേസിലും ദുരൂഹ ഇടപെടൽ സംബന്ധിച്ചുള്ള വിവരം ബൈജുവിന് അറിയാം എന്നാണ് SIT നിഗമനം. 2019 KS ബൈജു ജോലിയിൽ നിന്ന് വിരമിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡ് ഗുരുതര കുറ്റകൃത്യം നടത്തിയെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും പ്രത്യേക അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചവിട്ടി പുറത്താക്കേണ്ട കാട്ടുകള്ളന്മാർക്കാണ് കാലാവധി നീട്ടി നൽകാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നും സർക്കാരിൻ്റെയും CPMൻ്റെയും അറിവോടെയാണ് ശബരിമലയിലെ എല്ലാ തട്ടിപ്പുകളും നടന്നത് എന്നതുകൊണ്ടാണ് അമ്പലക്കള്ളന്മാർക്ക് കുടപിടിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് രാജ്യാന്തര കള്ളക്കടത്തു സംഘവുമായി ബന്ധമെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം അതീവ ഗൗരവമുള്ളതാണെന്നും കേസ് കൂടുതൽ അന്വേഷണത്തിന് ഹൈക്കോടതി ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ വിധേയമായി CBIക്ക് കൈമാറുകയാണ് വേണ്ടതെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. നിലവിൽ നടക്കുന്ന അന്വേഷണം കുറച്ചുപേരെ ബലിയാടാക്കി കൂടുതൽ പേരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണെന്നും ചെന്നിത്തല പറഞ്ഞു. രാജ്യത്തെ ക്രൈസ്തവർ ഭീഷണി നേരിടുകയാണെന്നും മതപരിവർത്തന നിയമത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയാണെന്നും തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ട് ആശങ്ക അറിയിച്ചായും അദ്ദേഹം പറഞ്ഞു. സഭ വിദേശിയല്ലെന്നും ഭാരതസഭ തന്നെയാണെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കാൻ രോഗി മരിച്ചെന്ന പരാതിയിൽ റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പരാതി അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ബുധനാഴ്ചയാണ് കൊല്ലം പന്മന സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വേണു മരിച്ചത്. ഹൃദ്രോഗബാധിതനായി എത്തിച്ച വേണുവിന് 6 ദിവസം കഴിഞ്ഞിട്ടും ആൻജിയോഗ്രാം പോലും ചെയ്തില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ സമഗ്ര സ്ട്രോക്ക് സെന്ററുകൾക്ക് 18.87 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, എറണാകുളം, കണ്ണൂർ എന്നീ 5 മെഡിക്കൽ കോളേജുകൾക്കാണ് സ്ട്രോക്ക് സെന്ററുകൾ വിപുലീകരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി KPCCയിൽ തർക്കം. നിയമമണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം KPCC ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് രാജിവെച്ചു. നിയമം സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് രാജി. KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട്. നേമത്ത് ഷജീറിനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അതേസമയം കോർ കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ച മണക്കാട് സുരേഷിനെതിരെ പരിഹാസവുമായി K മുരളീധരൻ രംഗത്തെത്തി. ഒരുപാട് ചുമതലകൾ ഉള്ളതുകൊണ്ട് മണ്ഡലം കോർ കമ്മിറ്റി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെന്നും അതുകൊണ്ട് സ്വയം രാജിവെച്ചതെന്നാണ് K മുരളീധരന്റെ പരിഹാസം. വയനാട് ചുരംപാതയ്ക്ക് ബദലായി നിർദ്ദേശിക്കപ്പെട്ട പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിന്റെ അലൈൻമെന്റിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അനുമതി നൽകിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 20.9 കിലോമീറ്റർ വരുന്ന പാതയാണ് വിഭാവനം ചെയ്തത്. പദ്ധതികളുള്ള DPR തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ അലൈൻമെന്റ് തയ്യാറാക്കുന്നതിനുള്ള ഇൻവെസ്റ്റിഗേഷന് പൊതുമരാമത്ത് വകുപ്പ് 1.5 കോടി രൂപ അനുവദിച്ചിരുന്നു. വ്യത്യസ്ത മേഖലകളിൽ അനിതര സാധാരണമായ കഴിവ് പ്രകടിക്കുന്ന കുട്ടികൾക്കായി ഊർജ്ജബാലം പുരസ്കാരം പ്രഖ്യാപിച്ചു മന്ത്രി വീണ ജോർജ്. 14 ജില്ലകളിൽ നിന്നുമായി 2024 ഊർജ്ജബാലം പുരസ്കാരത്തിനായി 51 കുട്ടികളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ജില്ലാതലത്തിൽ ജില്ലാ കളക്ടർ അധ്യക്ഷതയുള്ള കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നവീകരണ ജോലികൾ തുടരുന്നതിനിടെ സ്പോൺസറുടെ സൈറ്റ് ഓഫീസർ മോഷണമെന്ന് പോലീസിൽ പരാതി. സൈറ്റ് ഓഫീസായി പ്രവർത്തിച്ച മുറികളുടെ പൂട്ട് തല്ലി തകർത്താണ് മോഷണമെന്നാണ് പരാതിയിൽ പറയുന്നത്. ഓഫീസ് കുത്തിത്തുറന്ന് രേഖകൾ പരിശോധിച്ചാലും ചില രേഖകളും മൊബൈൽ ചാർജറും നഷ്ടപ്പെട്ടുവെന്നും പരാതിയിലുണ്ട്. GCDA ആണ് സ്പോൺസർക്ക് വേണ്ടി കൊച്ചി പോലീസിന് പരാതി നൽകിയത്. എറണാകുളം തൃക്കാക്കരയിൽ CPI വിഭാഗീയത. CPI കൗൺസിലർ MJ ഡിക്സൺ പാർട്ടി അംഗത്വം രാജിവെച്ചു. കൗൺസിലർ സ്ഥാനത്തു നിന്നും രാജിവെച്ചിട്ടുണ്ട്. ഇനി CPMനൊപ്പമായിരിക്കും പ്രവർത്തിക്കുന്നുവെന്ന് ഡിക്സൺ അറിയിച്ചു. തുടർന്ന് ഡിക്സന് CPM പ്രവർത്തകർ സ്വീകരണം നൽകി. തൃക്കാക്കര നഗരസഭ ഇനി CPIക്ക് ഒരു അംഗം മാത്രമാണ് ബാക്കിയുള്ളത്. എറണാകുളം തൃക്കാക്കര നഗരസഭയിലെ കൗൺസിലർ MJ ഡിക്സന്റെ രാജിയിൽ വിശദീകരണമായി CPI. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഡിക്സനെ നേരത്തെ തന്നെ പാർട്ടി പുറത്താക്കിയിരുന്നു എന്നാണ് CPIയുടെ വിശദീകരണം. ഇന്നലെയാണ് CPI കൗൺസിലർ MJ ഡിക്സൺ പാർട്ടി അംഗത്വവും നഗരസഭാ കൗൺസിലർ സ്ഥാനവും രാജിവെച്ചതായി അറിയിച്ചത്.
കോഴിക്കോട് കൂത്താളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്ന കുട്ടികൾക്കിടയിൽ കാർ ഓടിച്ച് കയറിയ അഭ്യാസ പ്രകടനം നടത്തിയ സംഭവത്തിൽ നടപടിയെടുത്ത് പോലീസും MVDയും കാർ ഓടിച്ചത് 16-കാരനെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. കാറിൻ്റെ RC സസ്പെൻഡ് ചെയ്യുമെന്ന് MVD അറിയിച്ചു. 16-കാരന് ലൈസൻസ് നൽകുന്നത് 25 വയസ്സ് വരെ തടഞ്ഞു. കൊച്ചിയിൽ വമ്പൻ ഡിജിറ്റൽ അറസ്റ്റ് അട്ടും. മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഡോക്ടർ പക്കൽ നിന്ന് 1,30 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമം. ഡോക്ടർക്ക് 27 ലക്ഷം രൂപ നഷ്ടമായതാണ് വിവരങ്ങൾ. ബാക്കി തുക പോലീസ് ഇടപെട്ട് മരവിപ്പിച്ചു. ഇന്റേണൽ മാർക്കിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുന്ന പരാതിയിൽ അധ്യാപകൻ അറസ്റ്റിൽ. കോഴിക്കോട് ചാത്തമംഗലം NITയിൽ ടീച്ചിംഗ് അസിസ്റ്റന്റായ പാലക്കാട് സ്വദേശി വിഷ്ണുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച തൃശൂർ തളിക്കുളത്തെ അനീഷ അഷ്റഫിന് 10ാം തര തുല്യ പരീക്ഷ വീട്ടിൽ നിന്ന് എഴുതുന്നതിന് പ്രത്യേക അനുമതി നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. പ്രത്യേക കേസായി പരിഗണിച്ചാണ് ഈ അനുമതി നൽകിയെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടത് സഖ്യത്തിന് തകർപ്പൻ ജയം. മുഴുവൻ ജനറൽ സീറ്റിലും ഇടതുപക്ഷം വിദ്യാർത്ഥി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 1300-ൽ അധികം വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ച SFIയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മലയാളിയുമായ K ഗോപിക്കാണ് സഖ്യത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. 8 വർഷത്തിന് ശേഷമാണ് മലയാളി വിദ്യാർത്ഥി JNU യൂണിറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്കമാലിയിലെ 6 മാസം പ്രായമായ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ കുറ്റസമ്മതം നടത്തി അമ്മുമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ദേഷ്യം കാരണം കൊന്നാണെന്ന് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആശുപത്രിയിലെത്തിയാണ് പോലീസ് മൊഴിയെടുത്തത്. ഇവർ മറ്റൊന്നും പറഞ്ഞില്ല. കുഞ്ഞിന്റെ കഴുത്തിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച കുഞ്ഞിന്റെ മൃതദേഹം ഇന്നലെ വൈകിട്ട് 4 മണിയോടെ എടക്കുന്ന സെന്റ് ആന്റണീസ് പള്ളിയിൽ സംസ്കരിച്ചു. പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരൻ്റെ ആത്മഹത്യയെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത പ്രധാന അധ്യാപക ലിസിയെ തിരിച്ചെടുത്തു. അന്വേഷണം പുരോഗമിക്കുമ്പോൾ അധ്യാപകയെ തിരിച്ചെടുത്തതിനെതിരെ കുട്ടിയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പ്രധാന അധ്യാപക കുട്ടികളെ സ്വാധീനിക്കാനിടയുണ്ടെന്നും ഇത് അന്വേഷണത്തെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം DDAക്ക് പരാതി നൽകിയത്. കുടുംബാധിത്യം സംബന്ധിച്ച് ശശി തരൂരിന്റെ ലേഖനം തള്ളി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അത്തരം പരാമർശം നടത്തുന്നവരുടെ സഹതാപം മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുടുംബാധിപത്യം എന്ന് പറയുന്ന ഒരു കാരണവശാലും നീതീകരിക്കപ്പെടുന്നതല്ലെന്നും എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ള ശശി തരൂരിനോട് ചോദിക്കണമെന്നും അദ്ദേഹം വിശദീകരിക്കട്ടെ എന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 1969 നവംബർ 6-ന് സ്ഥാപിതമായ KSFEയുടെ 56ാം സ്ഥാപക ദിനം സംസ്ഥാനത്തെ 16 മേഖലാ കേന്ദ്രങ്ങളായി സർക്കാർ അഗതിമന്ദിരങ്ങൾ, വൃദ്ധസ്ഥാനങ്ങൾ, മഹിളാ മന്ദിരങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികൾ, ഉച്ചഭക്ഷണം തുടങ്ങിയ എത്തിച്ചു നൽകി ആഘോഷിച്ചു. 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക മിസൽനേസ് നോൺ ബാങ്കിംഗ് കമ്പനിയായി മാറിയതിൻ്റെ നിറവിലാണ് KSFE. തമിഴ്നാട് കൃഷ്ണഗിരിയിൽ ടാറ്റ ഇലക്ട്രോണിക്സിന്റെ വനിതാ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ കാമുകന്റെ നിർബന്ധപ്രകാരം ഒളിക്യാമറ വെച്ച യുവതി പിടിയിൽ. ഒഡീഷ സ്വദേശി യുവതിയുടെ കാമുകനും അറസ്റ്റിലായി. ടാറ്റ ഇലക്ട്രോണിക്സ് 6500 വനിതാ ജീവനക്കാർക്ക് നാഗമംഗലത്ത് നടത്തുന്ന ഹോസ്റ്റലിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. സ്പായുടെ മറവിൽ പെൺവിവാഹം നടത്തിയ സംഘം പോലീസ് പിടിയിൽ. രഹസ്യവിവരം തുടർന്ന് വിശാഖപട്ടണം VIP റോഡിൽ പ്രവർത്തിക്കുന്ന ഓർക്കിഡ് വെൽനസ് ആൻഡ് സ്പാ സെന്ററിൽ നടത്തിയ റെയ്ഡിലാണ് വെൺപാണ് സംഘം പിടിയിലായ. സംഭവത്തിൽ 9 യുവതികളെയും സ്പാ നടത്തിപ്പുകാരനായ 2 പേരെയും ഇടപാടുകാരൻ ഒരാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ റെക്കോർഡ് പോളിംഗ്. 121 മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ 64.26% പോളിംഗ് രേഖപ്പെടുത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.